ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഇവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു കൂന്തൽ ഫ്രൈ റോസ്റ്റ്. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? കൂന്തൽ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ 1/2 കിലോ കൂന്തൽ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ മുറിച്ചാണ് എടുത്തിരിക്കുന്നത് കൂന്തൽ ഫ്രൈ ചെയ്യാനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോർ, വിനീഗർ, പുട്ടുപൊടി. ഇത്രയും സാധനമാണ് കൂന്തൽ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കും. കൂന്തൽ ഫ്രൈ ആക്കാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി നമ്മൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. വിനീഗർ ഒഴിച്ചു കൊടുക്കണം. വിനീഗർ നമ്മളൊരു 3 ടീസ്പൂൺ വിനീഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടൊന്ന് മിക്സാക്കി എടുക്കുക. മസാല നല്ല പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കൂന്തലെ മസാല പിടിക്കില്ല. കുറച്ച് പുട്ടുപൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കുക. കൂന്തലിന് ചില സ്ഥലത്ത് കണവാന്ന് പേരിലും പറയും. മെയിനായിട്ട് കൂന്തൽ എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കണവാന്നുള്ള പേരിൽ അറിയപ്പെടും. ഇച്ചിരി അങ്ങ് നീങ്ങിയെന്നോടെ, ഇല്ല ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. കൂന്തൽ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് അടച്ചു വെക്കണം. ഒരു അടപ്പെടുത്ത് വെച്ച്, അല്ലെങ്കിൽ കൂന്തൽ പൊട്ടിത്തെറിക്കും. അത് നമ്മുടെ ദേഹത്തും മുഖത്തൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂന്തൽ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. കൂന്തൽ ഡ്രൈ റോസ്റ്റിനുള്ള കൂന്തൽ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ കൂന്തൽ ഫ്രൈ ആയിട്ടും കഴിക്കാൻ പറ്റും. നമ്മളിതിനെ കൂന്തൽ റോസ്റ്റ് ആക്കാൻ പോകുന്നു. കൂന്തൽ ഡ്രൈ റോസ്റ്റിന് വേണ്ടിയുള്ള റോസ്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി, ഒരു 50 ഗ്രാം ഇഞ്ചി, 2 പച്ചമുളക് നമ്മൾ നടുവേ കീറി വെച്ചിട്ടുണ്ട്. അത് തേങ്ങക്കൊത്ത്, ഒരു 4-5 പീസ് തേങ്ങക്കൊത്ത് ഇടുന്നുണ്ട്. ചെറിയുള്ളി 250 ഗ്രാം ചെറിയുള്ളി ഉണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി ഒണിയൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒണിയൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. 1 തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കുക. മസാല ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ആയി കൊടുക്കും. കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കുടംപുളി അതിൻ്റെ വെള്ളത്തോടെ, പുളിവെള്ളത്തോടെ ചേർത്ത് കൊടുക്കും. ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ അങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി ഇടും.
കൂന്തൽ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കൂന്തൽ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരാളെ ക്ഷണിക്കാം. സൂപ്പറായിട്ടുണ്ട്, നല്ല രുചിയൊക്കെ ഉണ്ട്. നമ്മുടെ ഷെഫ് ഉണ്ടാക്കിയിരുന്നത് ഡിഷാണ് കൂന്തൽ ഡ്രൈ റോസ്റ്റ്. നിങ്ങളെല്ലാവരും വീട്ടിലെല്ലാവരും ഇതൊരു ചെയ്ത് നോക്കണമെന്ന് പറയുന്നു. നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.